ഓക്കെ, എക്സ്പ്ലോർ ട്രാവലിലെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറെ നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ യൂട്യൂബിലേക്ക് എടുക്കുന്നത്. കാരണം ഒരു ഏകദേശം 6 മാസമായിരുന്നു ഒരു യൂട്യൂബിൽ തന്നെ വീഡിയോ എടുത്തത്. കാരണം കോളേജിൽ വന്നത് പിന്നെ അങ്ങോട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ല. കാരണം ഹോസ്പിറ്റലിൽ ആയിരുന്നു അസംബ്ലി. അങ്ങനെ അതിലേക്ക് തിരക്കുകൾ കാരണം നമ്മൾ പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഫൈനലി ഇപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങി സെക്കൻഡ് സെം സ്റ്റാർട്ട് ചെയ്തു. അന്നേരം ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ തോന്നി. അതുകൊണ്ടാണ് ഇപ്പം ഹോസ്റ്റലിലൊക്കെ വലിയതായിട്ട് എല്ലാവരും മരുന്ന് കൊടുത്തു. എല്ലാവരും മരുന്ന് കൊണ്ടു. ഫസ്റ്റ് ഞാൻ വന്ന് ക്ലാസ് ഒക്കെ അത്യാവശ്യം തുടങ്ങിയിട്ടുണ്ട്. അന്നേരം ഇന്നത്തെ വീഡിയോ പറയുന്നത് ഹോസ്റ്റൽ റൂമും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്തിട്ടേക്കുന്നത്. ഇന്ന് എന്റെ ഹോസ്റ്റൽ റൂമും കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ്. വെൽക്കം ബാക്ക് ടു ഫുഡ് ട്രാവൽ. ഇറ്റ്സ് മീ BS. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈറ്റ് പോയി ഓപ്പോസിറ്റ് സൈഡിലെ ലൈറ്റ് നമ്മുടെ റൂമിൽ അകത്താണ് ഞാനിപ്പം. കാരണം ഇപ്പൊ ഇരുട്ടിയിട്ടുണ്ട്. ഇതിന് സാധാരണയാണ് അത്യാവശ്യം നല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുമ്പൊക്കെ കുറെ ദിവസം ഇങ്ങനെ അലമ്പായി കിടത്താൻ ക്ലീൻ ചെയ്ത് പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ. അങ്ങനെ കുറെ അധികം പരിപാടികൾ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് സെറ്റായി അങ്ങനെ കുടിച്ച് ഫ്രഷ് ആയിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് തോന്നി എന്ന് വീഡിയോസ് എടുക്കാം. ഫോണിലാണെങ്കിൽ ചാർജ് ഇല്ല. അങ്ങനെ പിന്നെ ഉള്ള ചാർജ് എങ്ങനെയെങ്കിലും നമുക്കൊരു ചെറിയ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബിൽ ഇടാം എന്ന് തോന്നി. ഇനിയും മാക്സിമം വീഡിയോസും വ്ളോഗുകൾ ഇടാൻ ശ്രമിക്കും. കാരണം എനിക്ക് വളരണം ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക, അങ്ങനെയൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ അന്നേരം വീഡിയോ എടുക്കാൻ എനിക്ക് ചടുപ്പ്. കാരണം ആദ്യം എടുത്തെടുത്ത് വന്നപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പൊ കുറെ ആൾ എടുക്കാതിരുന്ന ഒരു ഗ്യാപ്പ് വന്നപ്പോൾ ചടുപ്പ്. കുഴപ്പമില്ല, നമുക്ക് ഇനി എടുത്തെടുത്ത് ശീലമാവും. ഓക്കെ, പിന്നെ കണ്ടന്റുകൾ എന്ത് കണ്ടന്റ് വരുന്നത് ആദ്യം എടുത്തപ്പോഴാണ് നമ്മുടെ റൂം നമ്മുടെ വ്യൂവേഴ്സിന് പരിചയപ്പെടുത്താൻ തോന്നി. അങ്ങനെ ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയാണ് ഞാൻ പഠിക്കുന്നത്. മാസറ്റ് എന്നാണ് കോളേജിന്റെ പേര്. ഓക്കെ, അന്നേരം അവിടുത്തെ ഹോസ്റ്റലിലാണ്, വുമൻസ് ഹോസ്റ്റലിലാണ്. ഞാനിപ്പോൾ ഫസ്റ്റ് ഇയറിലാണ്. ഇപ്പോൾ ഞാൻ സ്റ്റേബിൾ അടിക്കുന്നത്. സെക്കൻഡ് സെം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു റൂമിൽ 2 പേരാണ്. ഇതാണ് എൻ്റെ റൂം. ഫൈനലി ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ് എൻ്റെ റൂമും കാര്യങ്ങളൊക്കെ. ഇതാണ് ഡോർ കേട്ടോ. ഡോറിൻ്റെ അടുത്തു നിന്നാണ് ഞാൻ ഇൻട്രോ എടുത്തത്. ലൈറ്റ് ഒക്കെ ഇടത്ത് 2 ലൈറ്റ് ഉണ്ട്, ട്യൂബ് ഉണ്ട്, അതേപോലെ ഒരു ബൾബ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. 3 കട്ടിലുണ്ടെങ്കിലും 3 പേരൊന്നുമില്ല. ഒരു റൂമിൽ 2 പേരേ ഉള്ളൂ. എന്ന് വെച്ചാൽ സ്റ്റുഡൻസിന്റെ സ്ട്രെങ്ത് അനുസരിച്ചാണ് ഒരു റൂമിൽ മാക്സിമം 3 പേര്, മിനിമം 2 പേരൊക്കെ വെച്ചാണ് പോകുന്നത്. ഇപ്പം എൻ്റെ റൂമിൽ 2 പേരാണുള്ളത്. ഞാനുണ്ട്, പിന്നെ എൻ്റെ റൂംമേറ്റ് പ്രിൻസ് ഉണ്ട്. പ്രിൻസ് മെക്കാണ്, വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ്. പക്ഷെ ഇതാണ് എൻ്റെ ബെഡ്, ഇതാണ് പ്രിൻസിന്റെ ബെഡ്. ഓക്കെ ഗൈസ്, അന്നേരം നമുക്ക് ഓരോരുത്തരും പരിചയപ്പെടാം. ഞാൻ ഇവിടെയാണ് കിടക്കുന്നതും കാര്യങ്ങളും എല്ലാം. എൻ്റെ ഡ്രസ്സ് ഇവിടെ ഇട്ടിട്ടുണ്ട്. യൂണിഫോമാണ് കഴുകിയിട്ടേക്കോടെ. യൂണിഫോം, ലാബിൻ്റെ കോട്ടും, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ബെൽറ്റും, പിന്നെ എൻ്റെ തോർത്തും, കുളിക്കുന്ന തോർത്തും, അങ്ങനത്തെ കാര്യങ്ങളും, പിന്നെ ഹെഡ്സെറ്റ്, അതൊക്കെ ഞാൻ ഇവിടെയാണ്. എനിക്കിപ്പോൾ ഞാൻ ഇവിടെ തന്നെയാണ്. പഠിക്കുന്ന സമയത്ത് മാത്രമാണ് ഞാൻ ചേറി പോയിരിക്കുന്നത്. അല്ലാത്തപ്പോഴെല്ലാം ഇവിടെ തന്നെ. കാരണം ഇവിടെ അത്യാവശ്യം നെറ്റെങ്കിലും കിട്ടത്തുള്ളൂ. ഈ ഹോസ്റ്റലിൽ ഡ്രോബാക്ക് എന്ന് പറയുന്നത് തോന്നിയത് അത്യാവശ്യം നെറ്റ് കിട്ടത്തില്ല. മൊബൈലിന് റേഞ്ച് കുറവാണ്. കാരണം താഴ്ന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ മൊബൈലിന് റേഞ്ച് കുറവാണ്. നെറ്റും കാര്യങ്ങളൊന്നും വലിയ കിട്ടത്തില്ല. പിന്നെ വല്ലപ്പോഴും നെറ്റ് കിട്ടുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നുകൊണ്ടാണ്. ഞാൻ ഇവിടെ കിടന്നാണ് നെറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നമ്മൾ ഫോണും കാര്യങ്ങളും. പിന്നെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചാൽ വീട്ടിലെ വൈഫൈ ഉണ്ട്. വീട്ടിൽ ഞാൻ അങ്ങനെ വൈഫൈ എടുത്തിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് ഞാൻ ചാനൽ ഇട്ടിട്ടില്ല. വീട്ടിൽ ഞാൻ വൈഫൈ എടുത്തിട്ടുണ്ട്. ആ ഒരു വൈഫൈയിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നു. വീട്ടിൽ പോയിട്ട് എനിക്ക് അറിയത്തില്ല. അതൊക്കെ സെറ്റാക്കാം. ഓക്കെ, അങ്ങനെ ഇതാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ. അതായത് ഇത് കുറെ നാളായിട്ട് നമ്മുടെ സീനിയേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത റൂമാണ്. ഓരോ വർഷം വരുമ്പോൾ ഓരോ ബാച്ചാർ ഇങ്ങനെ ഈ റൂമിലോട്ട് കയറ്റും. ഇനി സെക്കൻഡ് ഇയർ ആകുമ്പോൾ റൂം ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അത്രയും ഇതാണ് ഇപ്പൊ എൻ്റെ ബെഡും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഇവിടെയാണ് എൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെ ഞാൻ കുത്തിയിരിക്കുന്നത്. ഇത് എക്സ്റ്റൻഷൻ കേബിളാണ്. പക്ഷെ അത് ഞാൻ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന കേബിളാണ്. പക്ഷെ അത് കംപ്ലൈന്റ് ആയി ഗൈസ്. നമുക്കത് മാറ്റണം. ഇപ്പൊ ഇവിടെയാണ് എൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. പിന്നെ അവിടെയും 2 ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അന്നേരം അവിടുത്തെ ചാർജിങ് പോർട്ട് പ്രിൻസ് എൻ്റെ റൂംമേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അത് റൂംമേറ്റിൻ്റെ ഷെൽഫ്, അവൻ്റെ പ്രൈവറ്റ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആണ്. അങ്ങോട്ട് ഞാൻ കൂടുതൽ ഷൂട്ട് ചെയ്യുന്നില്ല. കാരണം അവനത് പ്രൈവസി ബാധകമാണ്. പിന്നെ ഇതാണ് എൻ്റെ സെക്ഷൻ. ഇവിടെയാണ് ഞാൻ ഇത് പഠിക്കുന്നത് കൂടുതലും. ഇതാണ് എൻ്റെ ബുക്കും കാര്യങ്ങളും. പിന്നെ നമ്മുടെ സ്പീക്കർ, വീട്ടിലിരുന്ന സ്പീക്കറാണ്. അത് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്ന് അത്യാവശ്യം പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാൻ. ഇത് എൻ്റെ ചെയർ, എൻ്റെ ബാഗ്, ഇവിടെ ഇരിക്കുന്ന മിക്ക സാധനങ്ങൾ എൻ്റെ തന്നെയാണ്. വേറെ ഒന്നും ഓഫീസിൻ്റെ ആയിട്ടില്ല, എൻ്റെ റൂംമേറ്റിൻ്റെ ആയിട്ടില്ല. ഞാൻ വീട്ടിൽ ഇരുന്നൊരു പ്ലാന്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഫ്രഷ്നസും കാര്യങ്ങളൊക്കെ റൂമിലേക്ക് ലഭിക്കാൻ. പിന്നെ നമ്മുടെ അയൺ ബോക്സ്, ഫുഡ് കഴിക്കുന്ന പാത്രം, കപ്പ്, പിന്നെ പേസ്റ്റ് ഇപ്പം 6 മാസമായി. പേസ്റ്റിൻ്റെ ഇത് കണ്ടോ, പേസ്റ്റ് തീരാറായി. ഇനി പുതിയ മേടിക്കണം. ഇത്രയും ബ്രഷ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ മുഖം നോക്കാതെ കണ്ണാടി പൗഡറും അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം ഇവിടെ വച്ചിരിക്കുന്നത്.
പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ ലഗേജ് കൊണ്ടുവന്ന പെട്ടി ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ അതേപോലെ ബാക്കി കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് എൻ്റെ പ്രൈവറ്റ് സാധനങ്ങൾ വേറെ ഒന്നുമില്ല, ഡ്രസ്സും പിന്നെ ബാക്കി ഷൂ പോളിഷ് ചെയ്യുന്നതും മറ്റേ അതിൻ്റെ മെഡിസിൻസും കാര്യങ്ങളും അതൊക്കെയാണ് ഇവിടെ അടുക്കി വെച്ചേക്കുന്നത്. മുകളിൽ വേറെ ഒന്നുമില്ല, മുകളിൽ നേരത്തെ കഴിഞ്ഞ സെമ്മിലെ ബുക്കുകളും കാര്യങ്ങളൊക്കെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ബക്കറ്റും കാര്യങ്ങളും സോപ്പ് അതൊക്കെയാണ് അവിടെ വെച്ചേക്കുന്നത്. അങ്ങനെ അതെല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഷൂവും കാര്യങ്ങളും വേറെ ആ പെട്ടിയൊന്നുമില്ല, പെട്ടിയുടെ മണ്ടേ വെച്ചേക്കുന്നതേ ഉള്ളൂ. പിന്നെ ഈ പെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അച്ചാറും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന പെട്ടിയാണ്. വീട്ടിൽ നിന്ന് അച്ചാറുണ്ട്. ഇവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അന്നേരം ആ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇച്ചിരി അച്ചാറും കാര്യങ്ങളൊക്കെ എടുത്ത് കൂട്ടാൻ വേണ്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം ചൂടുണ്ട് ഇപ്പോൾ റൂമിൽ, കാരണം ചൂട് സമയമാണ്. ഇപ്പോൾ ഇങ്ങനെ വീട്ടിൽ എടുക്കുന്ന മാസത്തിലാണ് അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയാണ് റൂമിൻ്റെ കീ ഞാൻ തൂക്കിയിട്ടേക്കുന്നത്. അങ്ങനത്തെ റൂമിൽ എഴുത്തൊന്നും നമ്മുടെ ഒന്നുമല്ല, വേറെ സീനിയേഴ്സൊക്കെ എഴുതിയതാണ്. അങ്ങനെ ഇതൊക്കെയാണെന്നേരം നമ്മുടെ റൂമിലെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഞാൻ ഇവിടെ വെയിലടിക്കാതിരിക്കാൻ എൻ്റെ ഒരു ബെഡ്ഷീറ്റ് കർട്ടൻ അടിച്ച് ഭയങ്കര എടുത്ത് വിട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ ID കാർഡും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. BS നായർ BCSC 23CC 26 ഇതാണ് എൻ്റെ ID കാർഡും കാര്യങ്ങളൊക്കെ. ഓക്കെ, എൻ്റെ ഫോട്ടോ ഒന്നും കാണേണ്ട, ചളിച്ച ഫോട്ടോയൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ കൂടുതൽ പരിപാടികൾ. ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ കിടന്നുറങ്ങുന്ന കാര്യങ്ങൾ ഞാൻ ഫ്രണ്ട്സിൻ്റെ റൂം കാണിക്കുന്നത്. കുറേ അധികം റൂമുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 220 റൂമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു റൂമിൽ 2 പേരും കാര്യങ്ങളൊക്കെയാണ്. ചില റൂമുകളിൽ 3 പേരൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെയാണ്. എൻ്റെ റൂമിൽ ഞാനും എൻ്റെ റൂംമേറ്റും ഒരാളും കൂടെ ഉള്ളൂ. ഇപ്പൊ റൂംമേറ്റ് വന്നിട്ടില്ല. ഇപ്പൊ അവന്റെ വീട് മലപ്പുറത്താണ്. അതൊക്കെ വന്നിട്ടില്ല. അവൻ തിങ്കളാഴ്ച അപ്പത്തിനെ എടുത്തുള്ളൂ. നാളെ സൺഡേ ആണ്. നാളെയും ഇത്ര പരിപാടിയൊന്നുമില്ല. എന്നാൽ ഞങ്ങൾക്ക് 8:30 തൊട്ട് 10:30 വരെയാണ് ഞങ്ങളുടെ സ്റ്റഡി ടൈമും കാര്യങ്ങളൊക്കെ. 7:30ക്കാണ് ഫുഡ് വരുന്നത്. നമുക്ക് നൈറ്റിൽ ഡിന്നർ തരുന്നത്. രാവിലെ 8:30ക്ക് മോർണിംഗ് ഫുഡും കാര്യങ്ങളൊക്കെ തരുന്നത്. അന്നേരം ഇതൊക്കെയാണ് ഹോസ്റ്റലിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. കൈ കഴിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ എല്ലാവരും വിചാരിക്കുന്നുണ്ടോ ഈ കമ്പി എന്തിനാണ് ഇങ്ങനെ വെച്ചേക്കുന്നതെന്ന് പറയാം. കമ്പി ബേസിക്കലി തുണിയിടാനല്ല, ഇത് കൊതുകൊന്നും കടിക്കാതെ നെറ്റ് നമുക്ക് മേടിച്ചിടാനുള്ള കമ്പിയും കാര്യങ്ങളുമാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ വന്ന സമയത്ത് നെറ്റൊന്നും ഇല്ലായിരുന്നു. നമ്മൾ വേണമെങ്കിൽ മേടിച്ചിടണം, അതായിരിക്കും. ഈ നെറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നതിന് പകരം ഞങ്ങൾ അതിൽ തുണിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചേക്കുകയാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ബെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം മേടിച്ചുകൊണ്ടുവന്ന ബെഡാണ്. ഈ ബെഡും ബെഡ്ഷീറ്റും പില്ലോ എല്ലാം നമുക്ക് എല്ലാം ഞങ്ങൾ സ്വയം മേടിച്ചുകൊണ്ടുവന്ന കാര്യങ്ങളാണ്. ഒന്നും ഹോസ്റ്റൽ പ്രൊവൈഡ് അല്ല. ഓക്കെ, അതൊക്കെ ഞാൻ അറിയിച്ചു വിടുന്നു. അതെല്ലാ ഹോസ്റ്റലും അങ്ങനെയാണെന്നോ എനിക്ക് അറിഞ്ഞോളൂ. ഞങ്ങളുടെ അവിടെ ഇങ്ങനെയാണ് കാര്യങ്ങൾ. ചിലപ്പോൾ നമ്മൾ ഓരോരുത്തരും ഫ്രണ്ട് ഓരോ യൂസ് ചെയ്യുന്ന ബെഡ് ആയതുകൊണ്ട് നമുക്ക് നല്ലതായിരിക്കത്തില്ല. അതുകൊണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് ബെഡ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഹോസ്റ്റൽ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ. എന്നാലും നമുക്ക് ഇന്നിപ്പോൾ സമയം ഏകദേശം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 7:09 നമുക്ക് ഏകദേശം ഫുഡ് ഫുഡെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7:30 7:50 ഫുഡ് കഴിക്കാൻ പറ്റും. ചാർജ് 20% താഴെയുള്ളൂ. ചാർജിങ് ഇരുന്നു. സാറ്റർഡേ ആയിരുന്നു കുറച്ചേരം ഫോൺ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടു. കാരണം സിലബസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. എന്നാൽ ഞാനിപ്പോൾ 2021 റെഗുലേഷനാണ്. അണ്ണാ യൂണിവേഴ്സിറ്റി കോളേജാണത്. 2021 റെഗുലേഷനാണ്. കുറേ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കമന്റ് ചെയ്യിച്ചു. ആ വീഡിയോസ് മടി പിടിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ യൂട്യൂബ് ചാനലിൽ കയറി നോക്കിയപ്പോൾ നമ്മുടെ കരവാളം ഉത്സവത്തിന്റെ വീഡിയോ അതിന് ഏകദേശം 1K വ്യൂസ് ആയിട്ടുണ്ട്. പക്ഷെ ആ വീഡിയോ എനിക്ക് കോപ്പിറൈറ്റ് ആണെന്നുള്ളത്. അതിപ്പോൾ ഞാൻ ചെയ്യുന്ന സമയത്ത് ഇതൊരു മ്യൂസിക്കാണോ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണോ, ഒട്ടനെ കാര്യമായിട്ടാണ് നല്ല രീതിയിൽ കൂടുതലായിട്ട് മ്യൂസിക്. അതുകൊണ്ട് ഞാൻ അത് മാറ്റിയില്ല. അത് കോപ്പിറൈറ്റ് ഉണ്ട്. പക്ഷെ 1K വ്യൂസ് ആയിട്ടുണ്ട്. എനിക്കത് സന്തോഷം നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ചാനൽ ആക്റ്റീവാക്കി കൊണ്ടുവരണം. കുറച്ച് കണ്ടന്റ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് പിന്നെ വെളിയിറങ്ങി വീഡിയോസ് ഒക്കെ നല്ല രീതിയിൽ മടിയാണ്. അതൊക്കെ മാറ്റിയെടുക്കണം. വീഡിയോസ് എടുത്ത് തന്നെ മാറ്റിയെടുക്കണം. കുറെ യൂട്യൂബേഴ്സ് ആൾക്കാരോട്ട് ഞാൻ സംസാരിക്കുന്നത് അവരൊക്കെ പറയുന്നത് നീ വീഡിയോ എടുത്ത് തന്നെ മടി മാറ്റണം, അല്ലെങ്കിൽ ഒരിക്കലും മടി മാറില്ല എന്നാണ്. ചെറിയ ചളുപ്പും കാര്യങ്ങൾ മാറ്റിയെടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുന്നു. കണ്ടന്റ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളതല്ല നമ്മൾ വീഡിയോസ് എടുക്കുന്നത്. ഇതൊക്കെ പറഞ്ഞാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഇനി മാക്സിമം വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കാം. കാരണം ഈ കണ്ടന്റ് നമുക്ക് ഓരോന്നും കണ്ടന്റാണ്. ഒരു യൂട്യൂബറെ സംബന്ധിച്ചുള്ള ഓരോ കാര്യങ്ങളും കണ്ടന്റാണ്. പക്ഷെ അതിനെ നമ്മൾ വീഡിയോ ചിത്രീകരിച്ച് ഏറെ വിടുക എന്നുള്ളത് ഇച്ചിരി പാടുള്ള കാര്യം തന്നെയാണ്. അത് ചെയ്തെടുക്കാൻ സമയം കാര്യങ്ങളൊക്കെ വേണം. അതായത് ഡെയിലി ഷോർട്സ് ഡെയിലി ചെയ്യാൻ നോക്കാം.
ഓക്കെ, എന്നാൽ നിങ്ങളുടെ സപ്പോർട്ട് അതാണ് എനിക്ക് വേണ്ടത്. സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ആളുകൾ ഷെയർ ചെയ്യുക, കമന്റുകളിലേക്ക് നിർദ്ദേശങ്ങൾ തരിക. ഇനി നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. ഇനി നാളെ ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ നോക്കാം. നാളെ രാവിലെ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അതിന്റെ കാര്യം. ഇപ്പോഴാണെങ്കിൽ റൂമും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ടേക്ക് വരുന്നു. എപ്പോഴും നമ്മുടെ റൂം ഇങ്ങനെ കിടക്കുന്നതായിരുന്നു. ഹോസ്റ്റൽ റൂമൊക്കെ ആകുമ്പോൾ നമ്മൾ എപ്പോഴും റൂമൊന്നും ഇങ്ങനെ കിടക്കുന്നു വരുന്നില്ല. നമുക്ക് പരീക്ഷ ടൈമൊക്കെ ആകുമ്പോൾ ഫുൾ അലമ്പായിരിക്കും. കാരണം പുസ്തകങ്ങളും അവിടെ ചെറുപ്പം കാരണം നമുക്ക് പരീക്ഷ മൈൻഡ് മുന്നേ ആയിരിക്കും ഫുള്ളും. അതുകൊണ്ട് നമ്മളത്ര ക്ലീൻ ചെയ്ത് പോകുന്നില്ല. ഇനി ഇങ്ങനെയുള്ള സെമ്മൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ നമുക്കിങ്ങനെ ക്ലീനിങ് കാര്യങ്ങളാകും. അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു മാർച്ച് 18 കരോള് ഈ കൊല്ലം ഉത്സവം വന്നിരിക്കുന്നത്. അന്നേരം ഞാനിപ്പോ അവിടെ ഇല്ല, ഞാനിപ്പോ ഹോസ്റ്റലിലാണ്. അന്നേരം എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ആവശ്യമില്ലാതെ ലീവ് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നീട് ഒരു വിനയമാകും. ഇപ്പൊ ഞാൻ നാട്ടിലല്ല. അന്നേരം ഈ കൊല്ലത്തെ ഉത്സവത്തിന് ഞാൻ നാട്ടിൽ കാണത്തില്ല. ആ വീഡിയോയുടെ കമന്റിലൂടെ ഈ കൊല്ലം ഉത്സവം എന്ന വീഡിയോസ് ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചു. അത് ഈ കൊല്ലം വീഡിയോസും കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല. 28-ാം തീയതിയിലാണ് ഞാൻ ഈ വീഡിയോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും മിക്കവാറും 28-ന് ശേഷമായിരിക്കും ഈ വീഡിയോ എടുത്തത്. ഈ വീഡിയോ വന്ന് 1-2 ദിവസങ്ങൾക്ക് ശേഷം തന്നെ അടുത്ത വീഡിയോ വീട്ടിലോട്ട് പോകുന്നതായിരിക്കും. ആ വ്ളോഗും വരും. പിന്നെ ഷോർട്സ് കാര്യങ്ങളൊക്കെ മാക്സിമം രാത്രിയിൽ നെറ്റ് കിട്ടുവാണെങ്കിൽ ഇവിടുന്ന് സെൻഡ് ചെയ്യും. ഇതായത് എന്റെ ഹോസ്റ്റൽ റൂം 2. ഓക്കെ, ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നല്ല കോളേജിൽ വന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല എക്സ്പീരിയൻസുകളാണ്. എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് എല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഒരു കുട്ടി പഠിക്കാനാണ് ഹോസ്റ്റലിലേക്ക് വരുന്നത് അല്ലെങ്കിൽ കോളേജിലേക്ക് വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം ഇവിടെ ക്ലിയർ ആണ്, പെർഫെക്റ്റ് ആണ്, നല്ല കാര്യങ്ങളാണ്. അതിനെനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് വന്നിട്ട് ഇവിടെ പഠനവുമായി ബന്ധപ്പെട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഫുഡും കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റ് ആണ്. കറണ്ട്, ഫുഡ്, വെള്ളം എല്ലാം ഓക്കെയാണ്. പിന്നെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കേരള തമിഴ്നാട് ബോർഡറാണ്. അതുകൊണ്ട് വലിയ വീട്ടിലോട്ട് വലിയ ദൂരമൊന്നുമില്ല. ഇവിടെ KSRTC പോലെയൊക്കെയുള്ള നാഗർകോവിൽ ടു പുനലൂർ KSRTC ബസ് ഉണ്ട്. 2 ബസ്സാണ് സർവീസ്. ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പുനലൂർ ടു നാഗർകോവിൽ ബസ്സിലാണ് വരുന്നത്. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് എനിക്ക് സുഖം. എപ്പോഴും ഇവിടുന്ന് 15 മിനിറ്റ് ഇടപെട്ട് 15 മിനിറ്റ് ഇടപെട്ട് തിരുവനന്തപുരം തമ്പാലും ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ബസ് പുനലൂർക്ക് 1/2 മണിക്കൂർ 15 മിനിറ്റ് ഇടപെട്ട് അതിലൊക്കെ കയറിയാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. ഇപ്പോഴും ക്ലാസ് കഴിഞ്ഞതിന് ശേഷം, അതായത് 4-15 നമ്മുടെ ക്ലാസ് കഴിയുന്നത്. അത് വലിയ ദിവസങ്ങളിലൊക്കെ ഇപ്പൊ 3 ദിവസം മിനിമം 3 ദിവസമൊക്കെ അവധി കിട്ടുമ്പോഴാണ് ഞാൻ വീട്ടിലോട്ട് പോകുന്നത്. 4-5 ദിവസം അടുപ്പിച്ച് അവധി കിട്ടുവാണെങ്കിൽ ഞാൻ വീട്ടിലോട്ട് പോകും. വെള്ളിയാഴ്ച വൈകിട്ടൊക്കെ ഇറങ്ങി ഒരു 9 മണി 8 മണിയൊക്കെ ആകുമ്പോഴത്തേനായിരിക്കും വീട്ടിലേക്ക് ഞാൻ എത്തുന്നത്. അപ്പൊ ഇതെല്ലാം ഒന്ന് കോളേജിന്റെ പരിസരങ്ങളെല്ലാം ഒന്ന് പരിചയപ്പെട്ട് നേരിട്ട് ഗ്യാപ്പായിരുന്നു ഇത്രയും നാൾ. കാരണം ഫസ്റ്റ് സെമിന്റെ പഠനം, കാരണം കോളേജും കാര്യങ്ങളൊക്കെ ഒന്ന് ഇടപെട്ട് വരണം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. ചാനൽ ഡൗൺ ആയിട്ടുണ്ട് അത്യാവശ്യം എനിക്ക് തോന്നുന്നു. ഈ ചാനലിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത്. പുതിയൊരു വീഡിയോയുമായി അടുത്ത തീർച്ചയായും കാണാം. It's me BS signing out. Bye bye.